ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയോ? ഓണക്കോടിയൊക്കെ എടുത്തോ? എന്തായാലും ഞാനിന്ന് ഓണത്തിനോടനുബന്ധിച്ച് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇലത്തലയിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു അച്ചാറാണ്. നമ്മൾ സാധാരണ എരിവും പുളിയും ഒന്നും അധികം ഇല്ലാത്ത അച്ചാറാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ ഞങ്ങൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇത് ബിരിയാണീൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. സാധാരണ ഇവിടെ ബിരിയാണീൻ്റെ കൂടെ മധുരമുള്ള അച്ചാറാണ് ഇപ്പോൾ വിളമ്പാറ്. അപ്പോൾ അതൊക്കെ ആ അച്ചാർ ഞങ്ങളായിട്ട് നല്ല ഷെയർ ചെയ്യാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവെക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ? എന്നാ വരി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അച്ചാറിന് വേണ്ട സാധനങ്ങൾ. ഇതാക്കണം, ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ ഈത്തപ്പഴം ഉണ്ട്. പിന്നെ അതാ കുറച്ച് ഉണക്കമുന്തിരി ഉണ്ട്. പിന്നെ നമ്മളെ ബീട്രൂട്ട് ഉണ്ടല്ലോ, നല്ല കളറായിട്ട് നിൽക്കാൻ നമ്മളെ ബീട്രൂട്ട് ഉണ്ട്. പിന്നെ ശർക്കര ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അച്ചാർ പൊടീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാക്കണം, ഞാൻ ആദ്യം തന്നെ നമ്മളെ ഈത്തപ്പഴം ഉണ്ടല്ലോ, ഇതൊന്നാണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ടിട വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ബീട്രൂട്ട് ഇതാകണോ നല്ലോണം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നല്ല ഹെൽത്തിനും നല്ലതാണ്. പിന്നെ നല്ല കളറായിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ആകർഷിക്കുന്ന ഒരു കളറാണല്ലോ ഇതിൻ്റെ കളറല്ലേ. പിന്നെ ഇതിനൊരു ഒരുമാതിരി ഒരു ചുവ ഉണ്ടാവുമല്ലോ, ആ ചുവയൊന്നും നമ്മൾ അച്ചാറിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടമാവണം തന്നെയാണ്. അപ്പോൾ ഇതാക്കണം, ഞാൻ കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് വേവാൻ ആവശ്യമായിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 2 വിസിലായാൽ നമ്മൾ ബീട്രൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു 4 കഷ്ണം ശർക്കര ഇതാക്കണു, ഞാൻ അത് പാലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മളെ ഈത്തപ്പഴമൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, വല്ല അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേടായിട്ടുള്ളതൊക്കെ ഒഴിവാക്കാൻ നല്ലത് മാത്രം എടുക്കുക. മിക്സിയുടെ ജാറിക്കാണ്ട് ഇട്ട് കൊടുക്കുക, ഒന്നങ്ങോട്ട് ചതച്ചിട്ടും കൂടി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഈത്തപ്പഴം ഈ പരുവത്തിലാണ്ട് എടുത്തിട്ടുണ്ട്. വല്ലാതെ അരിഞ്ഞ് കഴിഞ്ഞാൽ കടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാര്യം നമ്മളെ ബീട്രൂട്ട് അതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടുണ്ട് അരച്ചിട്ടും കൂടി എടുക്കണം കേട്ടോ. ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈത്തപ്പഴത്തിലാണ് നമുക്ക് ആ കഷ്ണങ്ങൾ കടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇന്നാണ് വേണ്ടത്. ഈത്തപ്പഴം നല്ല നമ്മളെ ബീട്രൂട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചിട്ടെടുക്കുക. ശേഷം പിന്നെ എന്താക്കണം, നമ്മൾ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാലും കൂടി അയക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ നമുക്ക് അച്ചാർക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. മറ്റുള്ള അച്ചാറിൻ്റെ അത്ര തന്നെ ഉപ്പ് മുന്നിക്ക് നിൽക്കില്ല കേട്ടോ ഈ അച്ചാറിൽ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതാ നമ്മൾ അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അച്ചാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല മിക്സ് ചെയ്യുക. അച്ചാർപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മളെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഒരു മിതമായ രീതിയിൽ ഇട്ട് കൊടുക്കണുള്ളൂ, അധികം എരിവൊന്നും വേണ്ട. പിന്നെ അതാ കുറച്ച് സുർക്ക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം അതിലേറെ കുറച്ചും കൂടി അധികം സുർക്ക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം, ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് തന്നെ അതാക്കണോ, ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതാണെന്നുണ്ടെങ്കിൽ അധികം സ്മെല്ല് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലെ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടിട്ട് തന്നെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതാക്കണോ, ഞാൻ നമ്മളെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉണക്കമുന്തിരിക്കൊന്നും ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തിട്ട് കൊടുക്കുക, നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അച്ചാറിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഐറ്റംസ് ഒന്നും അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ എണ്ണയിലൊന്നും അങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാക്കണു എല്ലാതും കൂടി നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അച്ചാറിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മളെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണാകുമ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങണ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ ബീട്രൂട്ടൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമ്മൾ പായസം വെക്കാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങുന്ന സമയത്ത് അതിന് കുറച്ച് മുന്തിരി എടുക്കുക. പിന്നെ കറിവേപ്പിലും എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നതല്ലേ. കുറച്ച് ഈത്തപ്പഴം മാത്രം ഒന്ന് കരുതി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.